നീ ഇതെങ്ങോട്ടാ? അച്ഛാ ഇവിടെ നിൽക്ക്. വിട്. എന്താ സാർ, എന്തു പറ്റി? ആക്സിഡന്റ്. അത് എന്റെ വണ്ടി ഒരു കാർ വിട്ട് കൂട്ടിയിടിച്ചു. അതെ, ജഗൻ ഇവിടെ നിൽക്കുന്ന അത്ര പന്തിയല്ല. എത്രയും പെട്ടെന്ന് അവനെ ഇവിടുന്ന് മാറ്റണം. എന്റെ വണ്ടി ഇടിച്ചത് ഞാനൊന്ന് നോക്കട്ടെ. എടാ നീ ഒന്ന് അടങ്ങ്, പറയുന്നേക്ക്. എടാ കാര്യങ്ങളൊക്കെ ഇവര് നോക്കിക്കോളും. അപകടത്തിൽപ്പെട്ടവരെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം. എന്താ സഹായം എന്ന് വെച്ചാൽ ചെയ്തു കൊടുക്ക്, വേഗം. ശരി സാർ. എടാ നീ ഇവിടെ നിന്ന് ശരിയാവില്ല, നീ വാ. അച്ഛാ സാറേ, ഈ വണ്ടി ഞങ്ങൾ മാറ്റിക്കോളാം, നിങ്ങൾ ഈ വണ്ടി പൊയ്ക്കോ. അതാ നല്ലത്, നീ വാടാ. നന്ദ, അപകടത്തിൽപ്പെട്ടവരെ എങ്ങനെയും രക്ഷിക്കണം. ശരി, വിവരങ്ങളെല്ലാം അപ്പ എന്നെ ഫോൺ ചെയ്ത് അറിയിക്കണം. അതൊക്കെ അവർ നോക്കിക്കോളും. ശരിടാ, നിങ്ങളേതായാലും ഈ വണ്ടി കയറി വിട്ടോ. ചേട്ടാ, എത്രയും പെട്ടെന്ന് ഈ വണ്ടി എടുത്ത് മാറ്റി. ശരി, വാടാ. അങ്ങോട്ട്. എല്ലാവർക്കും നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവനാ ജഗൻ. അവൻ കൈവിട്ടുപോയ എല്ലാം കുഴയും. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊന്നും അവനറിയണ്ട. ശരി സാർ. അതെ, അപകട സമയത്ത് ഞങ്ങളുണ്ടായിരുന്നുള്ള കാര്യം ഒരു മനുഷ്യനറിയരുത്. ശരി സാർ. നീ വാ. വാ. രാഗി, നീ ഇങ്ങനെ വെള്ളം ഉറക്കി നിന്നോ? അധികം വൈകാതെ ഇതേ മണ്ഡപത്തിൽ വെച്ച് ഞാനും വർഷയും തമ്മിലുള്ള കല്യാണം നടക്കും. എടാ, വെറുതെ തള്ളിയാ പോരാ. കല്യാണം കഴിഞ്ഞ് ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പായി നിന്റെ കാമുകി വർഷയാണെന്ന് തുറന്ന് പറയാനുള്ള ചങ്കുറപ്പെങ്കിലും കാണിക്കണം, അല്ലേ മുത്തേ? അല്ലെങ്കിൽ ഇതുപോലെ വർഷയുടെ കല്യാണവും കയ്യും കെട്ടി നിന്ന് കാണേണ്ടി വരും. മോനെ ഇറങ്ങി വാ. നമ്മൾ ഒരുമിച്ച് നിന്ന് ചെയ്യേണ്ട പണികൾ ഒരുപാടുണ്ട്. ഇത് ജീവൻ മരണ പോരാട്ടമാണ്. ഇറങ്ങി വാ. ഞാൻ ഇടിച്ച് ആക്സിഡന്റ് ആക്കിയ വണ്ടിയിലുണ്ടായിരുന്നവർ ഇപ്പൊ ജീവൻ മരണ പോരാട്ടത്തിലായിരിക്കും. അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കാതിരിക്കാൻ എന്റെ മനസാക്ഷി അനുവദിക്കുന്നില്ല. അച്ഛനൊന്ന് മനസ്സിലാക്ക്. മനസാക്ഷി മണ്ണാങ്കട്ട. ആക്സിഡന്റ് നീയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാന്ന് നീ ആദ്യം മനസ്സിലാക്ക്. ഇടിച്ചു കിടക്കുന്ന നമ്മുടെ വണ്ടിയുടെ ഡ്രൈവർ നീ ആയിരുന്നില്ല എന്ന് വരുത്തി തീർക്കാനുള്ള എല്ലാ സെറ്റപ്പും ഞാൻ ശരിയാക്കിക്കോളാം. തൽക്കാലം നീ ഒരു കാരണവശാലും അങ്ങോട്ട് പോകാൻ പാടില്ല. പോകുന്നില്ല. അവിടെ എന്താ സംഭവിച്ചെന്നൊന്ന് വിളിച്ചു ചോദിക്കാൻ എങ്ങനെ അനുവദിച്ചൂടെ? എന്തിന്? അച്ഛ, ഒരച്ഛനുമില്ല. എടാ മോനെ, ഡെയിലി റോഡിൽ എന്തോരം ആക്സിഡന്റുകൾ നടക്കുന്നു. അതിൽ തന്നെ എത്രയോ പേര് സ്പോട്ടിൽ മരിക്കുന്നു. ആക്സിഡന്റിലാകുന്നവരുടെ ആയുസ് അത്രേ ഉള്ളൂ എന്ന് കരുതുക. എടാ മക്കളെ, ഇവിടെ ഇപ്പം മരണമൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പൊ ഇവിടെ നടക്കേണ്ടതിനെ കുറിച്ചാണ് നീ ആലോചിക്കേണ്ടത്.
എടാ, ഇടിച്ച വണ്ടി നിന്റേതൊന്നും അല്ല, അതൊരു ലോറിയാ. അവര് ചത്തോ ജീവിച്ചിരിക്കുന്നോ എന്നുള്ളതൊന്നും നമ്മുടെ വിഷയമല്ല. നീ തല കൊണ്ടാക്കത് ഇങ്ങോട്ടിറങ്ങി വന്നേ. അതെ, നാളത്തെ യുവ നേതാവാണ് നീ, അത് മറക്കരുത്. അച്ഛാ, ഞാൻ എന്തായാലും വിളിച്ച് കാര്യങ്ങളൊന്ന് തിരക്കിട്ട് വരാം. എനിക്കൊരു മനസ്സമാധാനവും കിട്ടുന്നില്ല. അവനും അവൻ്റെ ഒരു നശിച്ച സിമ്പതിയും എന്തെങ്കിലും ചെയ്ത് തൊലയ്ക്ക്. അവനെയൊക്കെ ജനിപ്പിച്ച എന്നെ വേണം പറയാൻ. ഹലോ. എടാ, അപകടം പറ്റിയവർക്ക് എങ്ങനെയുണ്ട്? ഇടിച്ചു കിടക്കുന്ന കാറിനകത്തുനിന്ന് ആരെയും പുറത്തെടുത്തില്ല. ആൾക്കാർ കൂടി തുടങ്ങി. ഇവിടെ ആരോ ആംബുലൻസ് വിളിച്ചിട്ടുണ്ട്. അവരുടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. എന്തായാലും നീ നന്നിന് ഉടനെ ഹോസ്പിറ്റലിലേക്ക് പോ. വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്യണം. ആ ദേ, കാര്യങ്ങൾ അപ്പം എന്നെ വിളിച്ച് അറിയിക്കും വേണം. കാശൊന്നും നിങ്ങൾ നോക്കണ്ട. ശരി, ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഷാമി, ഒന്നീ വന്നേ. എന്താ ഷാമേ, ഷാമി, ഒരു പ്രശ്നമുണ്ടടാ. എന്താടാ? വരുന്ന വഴിക്ക് രാജീവ് സാറിന് ഒരു ആക്സിഡന്റ് പറ്റി. ആക്സിഡന്റോ? അതെ. എന്നിട്ട് കൂടുതലായിട്ടൊന്നും അറിയാൻ കഴിഞ്ഞില്ല. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെന്നാ വിളിച്ച ആള് പറഞ്ഞത്. ശ്യാമേ, വർഷയുടെ അച്ഛനോട് വിവരം പറയണ്ടേ? അല്ല, ഞാൻ എങ്ങനെയാടാ? പറയണം, പറഞ്ഞേ പറ്റൂ. ചെല്ലടാ, വേഗം ചെല്ല്. ചെല്ലടാ. അങ്കിളെ, ഇങ്ങ് വരൂ. ആ, ഒരു മിനിറ്റ് അങ്കിൾ, പ്ലീസ് ഒന്ന് വാ. ഒരു മിനിറ്റ്. എന്താ ശ്യാം? എന്താ? അല്ല, എന്താ പറയ് ശ്യാമേ. അവിടെ വന്ദനമോൾക്ക് ദീർഘസുമംഗലി പൂജയുടെ അവസാന ഘട്ടം നടക്കുക. അതിനിടയിലാണ് നീ എന്നെ വിളിച്ചിറക്കിയത്. നീ ആയതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. പറയാനുള്ളത് പറയ് ശ്യാമേ. അവിടെ രാജീവ് സാറിന് വരുന്ന വഴി. രാജീവ് നല്ല മഴ പെയ്തല്ലേ, ഏതോ വണ്ടിയുമായിട്ട് ഒരു ആക്സിഡന്റ് ഉണ്ടായി. അയ്യോ, രാജീവ് സാറിനെയും വണ്ടിയിലുണ്ടായിരുന്നവരെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുക. അല്പം സീരിയസ് ആണെന്നാ കേട്ടത്.
അതെ, നിങ്ങൾ അറിഞ്ഞോ? എന്താ ആക്സിഡന്റ് പറ്റിയെന്ന്. ഇവിടെ വെച്ച് രാജീവിന് ആക്സിഡന്റ് പറ്റിയെന്ന്, കല്യാണ ചെക്കന്. അയ്യോ. അയ്യോ. അല്ല നമ്മുടെ രാജീവിന് ആക്സിഡന്റ് പറ്റിയെന്ന്. നമ്മുടെ രാജീവിന് ആക്സിഡന്റ് പറ്റി. കുറുപ്പ് പറയുന്ന പോലെ ജഗനെ ഉപയോഗിച്ച് അവരെ അവിടുന്ന് ചാടിച്ച് നമ്മുടെ പക്ഷത്തേക്കാക്കാം. പക്ഷെ വിപ്പ് ലംഘനത്തിന് നോട്ടീസ് കൊടുത്താൽ അതോടെ തീർന്നില്ലേ എല്ലാം. അത് ശരിയാ. അങ്ങനെയാണെങ്കിൽ ഉള്ളതും കൂടി ഇല്ലാതെ പോവും. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? അത് താനോ ഞാനോ വിചാരിച്ചാ പറ്റില്ല. താൻ ജഗനെ വിളിക്കേ. ഒരു മിനിറ്റ്. ജഗ, മകളെ നിന്നെ സെക്രട്ടറി വിളിക്കുന്നു. അച്ഛ, എന്നെ ഒന്ന് വെറുതെ വിട്. ഞാൻ ആകെ ടെൻഷനില്ല. മകളെ ജഗ. അച്ഛ, അച്ഛനറിയില്ലേ എന്റെ അശ്രദ്ധ കൊണ്ട് ആ ആക്സിഡന്റ് സംഭവിച്ചത്? എടാ, നീ മനഃപൂർവ്വം ചെയ്ത പോലെയാണല്ലോ സംസാരിക്കുന്നത്. എടാ, പെരുമഴ, കണ്ണ് കാണാൻ പറ്റുന്നില്ല. എതിരെ വന്ന വണ്ടി പാളി നമ്മുടെ വണ്ടിയിൽ ഇടിച്ചു. എടാ, അതെങ്ങനെ നിന്റെ കുറ്റമാവും? എടാ മക്കളെ, നീ ആവശ്യമില്ലാത്തൊന്നും ചിന്തിച്ചു കൂട്ടാതെ നീ ഒന്ന് വാ. അച്ഛ, ഞാൻ ആകെ ടെൻഷനില്ല. ഒന്നും സംഭവിക്കരുതെന്നുള്ള പ്രാർത്ഥനയില്ല ഞാൻ. എടാ മക്കളെ, നിനക്ക് എന്ത് സംഭവിച്ചാലും അച്ഛനുണ്ട് കൂടെ. അച്ഛനൊന്ന് പോയി തരുമോ? എന്റെ ആദ്യം അച്ഛൻ അറിയില്ല. എങ്കിൽ നീ നിന്റെ ആദ്യം കെട്ടിപ്പിടിച്ചിട്ട് ഇവിടെ തന്നെ നിന്നോ. മാറാ അങ്ങോട്ട്. സ്വയം വരുത്തി വെച്ച വിന അല്ലാതെ എന്ത് പറയാനാ? ജാതകദോഷമുള്ള പെണ്ണാണെന്ന് അറിഞ്ഞുകൊണ്ട് എന്തിനാ അയാള് വിവാഹത്തിന് സമ്മതിച്ചത്? അയാളുടെ മനസ്സിന്റെ നന്മ അവസാന ആപത്തിൽ കലാശിച്ചു എന്ന് പറഞ്ഞാ മതി. പാവം മാധവേട്ടന്റെ കാര്യം ഓർക്കുമ്പോഴാ സങ്കടം. ഈ പെണ്ണിനെ ചൊല്ലി അയാൾ കുറെ തീരുന്നതാ. ശരിയാ. ഒടുവില് കണ്ടമാനം പണവും ചെലവാക്കി വിവാഹത്തിന് തുനിഞ്ഞപ്പോ അതിങ്ങനെയും ആയി. ഈ ജാതകദോഷവും മനപ്പൊരുത്തവും എന്നൊക്കെ പറയുന്നത് ഉള്ളത് തന്നെയാ. അത് അച്ചട്ടാ.
വിധത്തിൽ നോക്കിയാൽ താലികെട്ടിന് മുമ്പ് ഇതൊക്കെ നടന്നു നന്നായി. താലികെട്ട് കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ കൂടുതൽ ദുരിതങ്ങൾ ഉണ്ടായേനെ. ഒന്ന് മിണ്ടാതിരിക്കൂ. സ്വന്തം കൂടപ്പറപ്പിന്റെ കല്യാണം മുടങ്ങിയെന്ന് ഓർക്കണം. വൃത്തികെട്ട മനുഷ്യൻ. ഇന്നൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നതാ, അത് മുടക്കിയിട്ട കല്യാണത്തിന് വന്നത്. ആ മീറ്റിംഗിലെങ്കിലും പങ്കെടുക്കാമായിരുന്നു. ഞങ്ങൾ പോവാ. പോവല്ലേ? പോവരുത് പ്ലീസ്. സർ, ദൈവത്തെ ഓർത്ത് ആരും പോവരുത്. ഈ കല്യാണം നടക്കും. ആരും പോവരുത് പ്ലീസ്. കല്യാണ ചെക്കന്റെ കാറ് ചെറുതായിട്ടൊന്ന് തട്ടിയിട്ടേ ഉള്ളൂ. ആർക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഹോസ്പിറ്റലിൽ പോയി ഫസ്റ്റ് എയ്ഡും കഴിഞ്ഞ് പയ്യൻ ഉടനെങ്ങ് എത്തും. കല്യാണം നടക്കും. പ്ലീസ് എല്ലാരും സഹകരിക്കണം. ഇനി കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല. നിങ്ങൾ വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പോവാ. പോകല്ലേ പ്ലീസ്. ആരും പോവരുത്. പ്ലീസ് പറയട്ടെ. ചേട്ടാ ഇപ്പൊ എത്തും. ചേട്ടാ ഒരു മിനിറ്റ്, ആരും പോവല്ലേ. പറയട്ടെ. പ്ലീസ്. അയ്യോ അച്ഛമ്മേ, 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 കണ്ണൂർക്ക് എന്ത് പറ്റി അച്ഛമ്മയ്ക്ക്? അച്ഛമ്മേ, അച്ഛമ്മേ, സിസ്റ്റർ, ആക്സിഡന്റ് ആയി വന്നൊരു രാജീവ് മേനോൻ. നോക്കട്ടെ. ICU സർ. അവിടെയാണോ? അവിടെ. ഇടരുത്. കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് ശരിയായിട്ടില്ല.